മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപകടത്തെ തുടർന്ന് 7 വർഷമായി തളർന്നു കിടപ്പിലായ നാരായണൻ ഇന്നും നീതിക്കായുള്ള പോരാട്ടം തുടരുകയാണ്. 2017 ഡിസംബർ 2-നാണ് വടക്കാഞ്ചേരി കരിമത്ര ഭഗത് സിംഗ് റോഡിൽ താമസിക്കുന്ന 58 വയസ്സുള്ള മടപ്പാട്ടിൽ നാരായണന് അപകടമുണ്ടായത്. 2017 ഡിസംബർ 2-നാണ് വടക്കാഞ്ചേരി കരിമത്ര ഭഗവത് സിംഗ് റോഡിൽ താമസിക്കുന്ന മടപ്പാട്ടിൽ 58 വയസ്സുള്ള നാരായണന് അപകടമുണ്ടായത്. തൃശൂരിൽ പഴക്കച്ചവടവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്ന നാരായണൻ പോയിരുന്ന ബൈക്കിൽ എതിരെ അതിവേഗതയിൽ റോങ് സൈഡ് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാലിനും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ നാരായണന് ഇപ്പോൾ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നഷ്ടപരിഹാരത്തിന് നൽകിയ കേസ് വിധിയായി എന്ന് വക്കീൽ പറഞ്ഞതായി നാരായണൻ പറയുന്നു. എന്നാൽ അപകടമുണ്ടാക്കിയ ചേലക്കര കുറുമല പുളിക്കൽ വീട്ടിൽ മധുസൂദനന്റെ മകൻ മിഥുൻ ഗൾഫിലാണെന്ന് നാരായണൻ പറയുന്നു. ഇയാൾ ഓടിച്ചിരുന്ന ബൈക്കിന് ഇൻഷുറൻസ് ഇല്ലാത്തതും നാരായണന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കുകയാണ്. ടൗണില് ഫ്രൂട്ട്സിന്റെ പരിപാടി ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പൊ അങ്ങനെ ലീവാക്കാൻ പറ്റില്ലല്ലോ. ലീവാക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഒരാളെ നമ്മുടെ അനിയനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒരു ദിവസം ലീവാക്കിയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം എന്ന് കണക്കൂട്ടിയിട്ട് ഞാനൊരു കാലത്തൊരു 10 മണിയാകുമ്പോൾ ഇവിടുന്ന് പോയതാ. 10 മണിയാകുമ്പോൾ പോയി അവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ നമ്മള് സൈഡിൽ ഒതുക്കി നിർത്തി. അപ്പൊ ഗേറ്റ് തുറന്ന് അവിടെ വണ്ടികൾ വന്നിരുന്നു. പക്ഷെ നമ്മളെ ഒതുക്കി നിർത്തിയപ്പോ വണ്ടികൾ വരുമ്പോ പെട്ടെന്ന് റോങ് കയറുമെന്ന് ഇവിടെ ഇടിച്ചു. അങ്ങനെ നമ്മൾ തെറിച്ചു വീണു. തെറിച്ചു വീടുന്ന വന്ന് അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ഈ 2017 ഡിസംബർ 2-ാണ് സംഭവിച്ചത്. പിന്നെ ഇതുവരെ കേസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയ്ക്കും ഒന്നും തീരുമാനമായിട്ടില്ല. നമുക്കാണ് തീരെ ദിവസം ഒരു വയ്യാതെയായി വരിക. ഇപ്പൊ ഈ കാലിന് അപകടം പറ്റിയാലും ആ വീഴ്ചയിൽ തണ്ടിന്റെ എല്ലാം ചിന്നി എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോ അത് പറഞ്ഞുകൊണ്ട് ഈ ഇടത്ത കാലും തളർന്നു. ഇതിനിടെ 2023 വീട്ടിൽ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ് തുടയെല്ല് പൊട്ടി സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. ഇതിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്ക് ആംബുലൻസിലാണ് നാരായണനെ കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിൽ അപകടമുണ്ടാക്കിയ വ്യക്തിയെ കണ്ടുപിടിക്കുവാനോ ഇതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുവാനോ ആകാത്ത അവസ്ഥയായതിനാൽ പോലീസും പ്രതിയെ കണ്ടെത്തുന്നതിൽ നിസ്സംഗത പുലർത്തുകയാണ്. എത്രയും വേഗം ഇയാളെ കണ്ടെത്തി കേസിന് ഒരു പരിഹാരമുണ്ടാക്കിയാൽ മാത്രമേ തന്റെ ചികിത്സ തുടരാനാകൂ എന്നാണ് നാരായണൻ പറയുന്നത്. താൻ മരിക്കുന്നതിന് മുൻപേയെങ്കിലും അധികാരികൾ ഇതിനായി സഹായിക്കണമെന്നാണ് തൊഴുകൈയോടെ നാരായണൻ ആവശ്യപ്പെടുന്നത്. ഇടിച്ചു നോക്കി നോക്കുമ്പോ ആളുടെ വണ്ടി കേസ് നോക്കി വക്കീലിനോട് പറഞ്ഞ ആളുടെ വണ്ടിക്ക് ഇൻഷൂറില്ലാത്ത കാരണം കൊണ്ടാണ് ഇപ്പൊ അതെങ്ങനെ കേസ് നീണ്ടുപോണെന്നാ പറഞ്ഞത്. കേസൊക്കെ വിധിയായി അന്ന് സാറ് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ആള് ഗൾഫിലാണ്, നാട്ടിലില്ലാന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ ആളെന്നെ പിടിക്കാനോ ഒന്നും നമുക്ക് തീരെ പോകാനും പറ്റാത്ത കണ്ടീഷനായി. അത് എന്തെങ്കിലും ഇത് കേസിന്റെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണമെന്ന് അന്ന് പറയണം. VCV ന്യൂസ്, വടക്കാഞ്ചേരി.